സംഭവം സൂര്യകാന്തി അല്ല കേട്ടോ, ചെണ്ടുമല്ലിയാണ്. ഞാനെന്നുള്ളത് നമ്മുടെ സൂര്യകാന്തി നഗറിലാണ്. അതായത് നമ്മുടെ പാലക്കാട് ടു പാലക്കാട് മണപ്പുള്ളിക്കാവുന്ന് നേരെ നമ്മൾ ചിറ്റൂർ പോകുന്ന റോഡിലെ ഈ ചിറ്റൂർ പോകുന്ന റോഡിൽ നമ്മുടെ കല്ലിങ്കൽ ജംഗ്ഷൻ വരുന്നുണ്ടല്ലോ. ഈ കല്ലിങ്കൽ ജംഗ്ഷനിൽ നിന്ന് ഒരു 200 മീറ്റർ ഇതാ വരുന്ന റോഡാണിത് കേട്ടോ. ഒരു 7-7.5 മീറ്ററിൻ്റെ നല്ല ടാർ റോഡ് ഉണ്ട്. കണ്ടോ, ലൊക്കേഷൻ അടിപൊളി വീടുകളും കാര്യങ്ങളുണ്ട്. ഈ ലൊക്കേഷനിൽ ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് ഒരു അടിപൊളി വീട് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ വീടാണേ. ഈ കാണുന്ന മുതലാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ശരിക്കും നമുക്ക് കുറേ പേർക്കുള്ളൊരു ബുദ്ധിമുട്ടുള്ളത്, നമുക്ക് വലിയ വീടൊക്കെ ഉണ്ടാവും, നമുക്ക് കാർ നിർത്താനുള്ള സ്പേസ് കുറവായിരിക്കും. ഇതിനകത്ത് നമുക്ക് ഇതുണ്ടോ, ഏകദേശം ഒരു വലിയ കാറുകൾ, ഒരു ഫോർച്യൂണറോ ഇന്നോവയൊക്കെ ആണെങ്കിൽ നമുക്ക് 2 കാർ സുഖമായിട്ട് ഫ്രണ്ടിൽ ഈ ഭാഗത്ത് നിർത്താം കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയ കാറാണെങ്കിൽ ആൾട്ടോ ഇയോണോ അങ്ങനെയുള്ള സാധാരണ കാറാണെങ്കിൽ 1-2 കാർ ഇവിടെ നിർത്താം. മൊത്തം ഒരു 3-4 കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് മണപ്പുള്ളിക്കാവുന്ന് ഏകദേശം നമുക്കൊരു 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കല്ലിങ്കൽ ജംഗ്ഷൻ, അതായത് നമ്മുടെ ഹൈവേ ഉണ്ടല്ലോ, അതായത് പാലക്കാട് ടു തൃശ്ശൂർ ഹൈവേയിൽ നേരെ നമ്മുടെ മണപ്പുള്ളിക്കാവ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ആ ബ്രിഡ്ജിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ചിറ്റൂർ റോഡിൽ വന്നു കഴിഞ്ഞാൽ കല്ലിങ്കൽ ജംഗ്ഷൻ. ഈ കല്ലിങ്കൽ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ ഒന്ന് ഉള്ളിലേക്ക് കയറി നമ്മുടെ സൂര്യകാന്തി നഗറിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. നല്ലൊരു പ്രൈം ലൊക്കേഷനാണ്, നല്ല ഏരിയ ആണ് കേട്ടോ. പറമ്പ കാറ്റഗറിയിലെ ഭൂമിയുണ്ട്. ഇതിലൊരു 6.25 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഹോള്, കിച്ചണ്, വർക്ക് ഏരിയ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അതായത് കിഴക്കോട്ട് ഫേസ്, വാസ്തുവൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ, കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 3 ഫേസിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്ത പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം അതായത് ജനൽ, വാതിൽ, ഡോറ് പറഞ്ഞ എല്ലാ സാധനങ്ങളും നല്ല തേക്കുമരം കൊണ്ടും അതുപോലെ തന്നെ വാട്ടർ ടാങ്കും പ്ലംബിങ്ങും ഇലക്ട്രിക്കലൊക്കെ നല്ല ബ്രാൻഡഡ്, അതായത് വിഗാർഡ്, ലെഗ്രാൻഡ് എന്നുള്ള ബ്രാൻഡാണ് ഇലക്ട്രിക്കൽ ഉപയോഗിച്ചിരിക്കുന്നത്. സുപ്രീമിൻ്റെയും അങ്ങനെയുള്ള ഐറ്റംസുകളാണ് പ്ലംബിങ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. പുട്ടി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. 4 സൈഡും കോമ്പൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു 80 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. കാരണം 6.25 സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ. ഓൾറെഡി നമുക്കൊരു 5-5.5 ലക്ഷം രൂപ അടുത്ത് സ്ഥലത്തിന് മാർക്കറ്റുള്ളതാണ്. പറമ്പ് കാറ്റഗറിയിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയിൽ പാലക്കാട് മെയിനായിട്ട് വരുന്നൊരു പ്രശ്നമാണ്. പല ഭാഗങ്ങളിലും നമുക്ക് ഫ്ലഡ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറ്. പക്ഷേ ഇവിടെ നമുക്ക് 2018 പോലും വെള്ളമോ കാര്യങ്ങളോ ഒന്നും കയറാത്ത നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ അന്ന് അന്വേഷിച്ച് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഞാൻ വീടിനകത്തേക്കൊന്ന് കാണിച്ചു തരാം. ബാ, ഒരു മിനിറ്റ് തുറക്കട്ടെ. കണ്ടോ, ഫോൾഡിങ് ഡോറാണ് കേട്ടോ. ഫോൾഡിങ് ഡോറാണ്. വലിയ വണ്ടികളെ സുഖമായിട്ട് കണ്ടോ കയറി വരാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഫുള്ളായിട്ട് നമുക്ക് 3D ഇൻ്റർലോക്ക് ഫുള്ളായിട്ട് ഫ്രണ്ടിൽ മൊത്തം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ തന്നെ. അത്യാവശ്യം നമുക്ക് 2 വാഹനങ്ങൾക്ക് നിർത്താനുള്ള അത്രയും നല്ല സ്പേസ് ആയിട്ടുള്ള നല്ല ലെങ്ത് ആയിട്ടുള്ള പോർച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയായി ചെയ്തിരിക്കുന്നതാണ്. 4 സൈഡും കോമ്പൗണ്ടുകൾ നമ്മുടെയാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊരു ഹൈലൈറ്റ് പറയാന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി 4 ടോയ്ലറ്റ് അല്ലേ വരുന്നത്. ഈ 4 ബാത്റൂമിന് ഒരൊറ്റ ടാങ്കിലേക്ക് ഒഴുക്കാതെ 2 ബാത്റൂമിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെപ്റ്റി ടാങ്കും അതുപോലെ തന്നെ 2 ബാത്റൂമിന് അപ്പുറത്തായിട്ട് വേറെ സെപ്റ്റി ടാങ്കും നമുക്ക് ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. സ്വന്തം ആവശ്യമായതുകൊണ്ട് ചെയ്താൽ ഒരു ബിൽഡർ ആണെങ്കിൽ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ നമ്മൾ അലക്കുകല്ല് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കോമ്പൗണ്ട് വാൾ 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. 4 സൈഡ് നമുക്ക് അങ്ങനെ ഓടിച്ചാടി നടക്കണം, അത്രയും നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതാണ് സെപ്പറേറ്റ് ആയിട്ടൊരു സെപ്റ്റി ടാങ്ക് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഈ ഭാഗങ്ങളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു ഭാഗത്ത് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മണ്ണാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വല്ല തെങ്ങോ അല്ലെങ്കിൽ ചെടികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തണൽ മരങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു സ്പേസ് ഇവിടെ കാണണ്ടോ. കറക്റ്റായിട്ടൊരു സ്ക്വയറായിട്ട് ഏകദേശം 1 സെൻറ്റിനടുത്ത് ഈ ഭാഗത്ത് തന്നെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത്ര നല്ല ഇതാണ്. ഇനി ഒരു വർക്ക് ഏരിയയൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ എടുക്കണം എന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. റൂഫോ കാര്യങ്ങൾ ഇടണമെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ചേമ്പർ കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ 2000 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ കല്ലിങ്കല്ലാണ്, പാലക്കാട് കല്ലിങ്കല്ലാണ്. ഈ സംഭവം എന്താ അറിയോ, ഇത് നമ്മുടെ വാട്ടർ കണക്ഷനാണ്. അതായത് നമുക്ക് വെള്ളത്തിന് സോഴ്സ് ബോർവെല്ലും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പൈപ്പ് ലൈനും ഉണ്ട്. അപ്പോൾ ഈ പൈപ്പ് ലൈനിൻ്റെ നമ്മുടെ മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് സേഫായിട്ട് തട്ടാതെ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് പുള്ളി അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് മണ്ണാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തെങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെടികളോ ഒക്കെ വെക്കുക, അല്ലെങ്കിൽ ഒരു നമ്മുടെ തണൽമരം ഉണ്ടല്ലോ,
ആ സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ പുള്ളിയുടെ ഐഡിയയിൽ പുള്ളി ചെയ്ത കാര്യങ്ങളാണ്. 2 ഗേറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. പാലക്കാട് ജില്ലയിൽ പാലക്കാട് നമ്മുടെ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ പാലാന ഹോസ്പിറ്റൽ, നേരെ ഇങ്ങോട്ട് വിട്ട് തന്നെ കഞ്ചിക്കോട് റോഡ്, ചന്ദ്രനഗർ, ഇങ്ങനെ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ 2-2.5 കിലോമീറ്ററാണ് ഈ പ്രോപ്പർട്ടിക്കുള്ള ആകെ ദൂരം കേട്ടോ. പ്രൈം ലൊക്കേഷനാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഓണറെ തന്നെ നേരിട്ട് വിളിക്കുക, ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക. വില ചോദിക്കുന്നത് 80 ലക്ഷം രൂപയാണ്. അതിനുള്ള വെർത്തായിട്ടൊരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. 6.3 സെൻറ്റ് സ്ഥലമുണ്ട്. സ്ഥലത്തിൻ്റെ വില കണക്കാക്കിയാൽ മതി. ബാക്കി കാര്യങ്ങൾ നേരിട്ട് വിളിക്കുക, സംസാരിക്കുക, നല്ലൊരു പ്രൈസിന് പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കുക. ഞാൻ വീടിൻ്റെ ഉള്ളൊന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. മുഴുവൻ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ ആദ്യം വീടിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വീടിനകത്തേക്ക് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ കട്ട്ള വാതിൽ, എല്ലാം നല്ല തേക്കുമരമാണ് കേട്ടോ. തേക്കുമരം കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കണ്ടോ, മൊത്തം 3 ഫേസിറ്റിയുടെ കണക്ഷൻ വരുന്നത്. 3 ഫേസ് കണക്ഷൻ വീഗാർഡാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റീരിയൽസ്. അതുപോലെ തന്നെ ലെഗ്രാൻഡ് എന്നുള്ള ബ്രാൻഡാണ്. എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതെല്ലാം തന്നെ മരമാണ് കേട്ടോ. മരത്തിൻ്റെയാണ് നമുക്ക് കട്ട്ലയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡോറെല്ലാം ഇതാണ് ഒരു ലിവിങ് ഹാൾ വരുന്നത്. ആണോ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ലിവിങ് ഹാളാണ്. പിന്നെ TV യൂണിറ്റിനുള്ള പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കയറുന്ന സമയത്ത് ഒരു ഡൈനിങ് സ്പേസ് ആണ്, ഒരു ഓപ്പൺ ആണ് കേട്ടോ. ആണോ, അത്യാവശ്യം നല്ല സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഡൈനിങ്ങിൽ തന്നെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്കൊരു വാഷ് കൗണ്ടർ വരുന്നത് കേട്ടോ. വാഷ് കൗണ്ടർ ഇതിനോട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂം താഴത്താണ്. അതിൽ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. അലമാര വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോർ മാത്രം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. വീഡിയോ ലെങ്ത് ആവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ മാത്രം കാണിച്ചു പോകുന്നത് കേട്ടോ. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ബെഡ്റൂം കഴിഞ്ഞില്ലേ, ഇനി സെക്കൻഡ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് കേട്ടോ. താഴെ തന്നെ 2 ബെഡ്റൂമുണ്ട്. അത്യാവശ്യം 12 സൈസിലാണ് കേട്ടോ ബെഡ്റൂം സ്പേസ്. അത് ദൈവത്തിന് അലമാരയുടെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഫെറോ സിമെൻറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കണ്ടോ. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാം ഇതുപോലെ തന്നെ വുഡാണ് കേട്ടോ. എല്ലാം വുഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് കിച്ചൺ ഒന്ന് കാണിച്ചു തരാം. ഒരു കിച്ചൺ ആണെങ്കിൽ കണ്ടോ, അതാണ് കിച്ചൺ സ്പേസ് വരുന്നത്. ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. വെളിച്ചം കിട്ടാനായിട്ട് കണ്ടോ, നല്ല വിൻഡോസ് സൗകര്യം ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോർ മാത്രം സെറ്റ് ചെയ്താൽ മതി. ഈ ഭാഗത്ത് അതുപോലെ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. താഴത്തെല്ലാം തന്നെ ഫെറോസിമെന്റ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനായിട്ടൊരു പ്രൊവിഷൻ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് ഇരിക്കാൻ പറ്റും. ഇനി ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്പേസ് വരുന്നത്. വർക്ക് ഏരിയ ആണെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി അതല്ല നമുക്കൊരു സ്റ്റോർ റൂം സ്പേസ് ആണെങ്കിൽ ആ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മോട്ടറിൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ, സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തോട്ടുള്ള എൻട്രൻസ് വരുന്നത് കേട്ടോ, കിച്ചണെന്ന് കണ്ടോ. ഓക്കെ, ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻവേർട്ടർ വയ്ക്കാനോ ഒരു സ്റ്റോർ റൂം ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമേ. കയറുന്ന സമയത്ത് തന്നെ ഹാൻഡ് റെയിൽ നല്ല SS-ൻ്റെ സ്റ്റീലിൻ്റെ നമുക്ക് സ്ക്വയർ റാഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡിൻ്റെ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്രിപ്പഡ് ആയിട്ടുള്ള നല്ല ടൈലാണ് താഴെ കൊടുത്തിരിക്കേണ്ട. ഒരു വുഡൻ ഫിനിഷിങ്ങിലാണ്. നമുക്കൊരു കാറ്റും വെളിച്ചമൊക്കെ കിട്ടാനായിട്ട് നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു ഡോർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഉണ്ട് കേട്ടോ അതിനകത്ത്. നല്ല GI പൈപ്പ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതങ്ങനെ കയറുകയാണെങ്കിൽ ഇനി നമുക്കൊരു ലാൻഡിങ് ആണ് കണ്ടോ. അത്യാവശ്യം നല്ല ലാൻഡിങ് വരുന്നുണ്ട്. ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ്. നേരെ ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ്. ഇതൊരു ഓപ്പൺ ടെറസ് ആണ്. അതുപോലെ തന്നെ ഇത് ബാക്ക് സൈഡിലാണ് കാണിച്ചു തരാം. ഇത് കയറുകയാണെങ്കിൽ ഇതും കണ്ടോ, ഒരു 12-11 സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ. മേലത്തെ അലമാരയുടെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ നേരെ ഇതൊരു ബെഡ്റൂം സ്പേസ് ആണോ. എനിക്ക് ഈ ടൈല് കുറച്ചുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇത് അറ്റാച്ച്ഡ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും നമുക്കൊന്ന് കയറി ഇരുന്നാൽ മതി. ഹൗസ് വാമിങ് മാത്രം ചെയ്ത് കയറി ഇരുന്നാൽ മതി. ഫ്രണ്ടേജ് നല്ല റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ. അതാ പിന്നെ ഇത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കാണിച്ചാൽ ഫ്രണ്ടേജ് കാണിച്ചാൽ കേട്ടോ. ആണോ,
അത്യാവശ്യം നല്ലൊരു സ്പേസ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് റൂഫോ കാര്യങ്ങളോ ഇടുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ നല്ല അടിപൊളിയാണ്. ലൊക്കേഷൻ നോക്ക്, കുറേ വീടുകളുള്ള ഏരിയ ആണ് കണ്ടോ. ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഭാഗമാണ് കേട്ടോ. നമുക്ക് താഴത്ത് കണ്ടോ, ആ ഷീറ്റാണ് കേട്ടോ. നല്ല കളറല്ലേ, ഭംഗിയുണ്ട്. എല്ലാം നല്ല മെറ്റീരിയലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ബാക്കത്തെ ഒരു സ്പേസ് കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബാക്ക് പോവുകയാണെങ്കിൽ കാണോ, അങ്ങനെ മതിയേ. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ മുകളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പോയിൻ്റ്, ഇലക്ട്രിക് പോയിൻറ്റും പ്ലംബിംഗ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂഫൊക്കെ ഇട്ടാലേ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ റൂഫൊക്കെ വലിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമേ. കണ്ടോ, മുകളിലേക്കാണെങ്കിലും നല്ല ജി ഐൻ്റെ അപ്പ് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടെമ്പററി സ്റ്റെയർ അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ജി ഐൻ്റെ സ്റ്റെയർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചേരാം. കണ്ടോ, ഇതാണ് മുകളിലെ ടോപ്പ് വരുന്നത് കേട്ടോ. എല്ലാ സൈഡിലും ഇതേപോലെ ഇതൊക്കെ ചെയ്ത് ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒരിക്കലും നമുക്ക് ഒഴുകി വരില്ല അതൊക്കെ. പിന്നെ അതുപോലെ തന്നെ മുകളിൽ നമ്മൾ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ടർ പ്രൂഫിൻ്റെ കോട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലംബിംഗ് മെറ്റീരിയൽ സുപ്രീമിൻ്റെയാണ് സാധനം യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ കെട്ടിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വെള്ളം ലീക്കേജോ കാര്യങ്ങളോ വരില്ല. ഇവിടെ നമുക്കൊരു ഇരിക്കാനുള്ളൊരു വൈകുന്നേരങ്ങളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കാനുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഈ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്നാൽ ലൊക്കേഷൻ കണ്ടോ, വീടുകളൊക്കെ ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല പ്രൈം ലൊക്കേഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് ഞാൻ നേരിട്ട് ഓണറുടെ നമ്പർ തന്നെ കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ നേരിട്ടൊന്ന് വിളിക്കുക, ബാക്കി കാര്യങ്ങൾക്കൊന്ന് സംസാരിച്ച് നല്ല പ്രൈസിന് തന്നെ വാങ്ങിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഭംഗി. അയ്യോ, ചുറ്റും കാണിച്ചതാ. ഓക്കെ, ബൈ.